ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGA 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന ഈ ഒരു കോഴ്സിൻ്റെ ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഫസ്റ്റ് പാർട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഫസ്റ്റ് പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നതെന്ന് നോക്കാം. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ഫോർ ഓഫ് ദി ഫോളോയിങ് ഇൻ എബൌട്ട് 100 വേർഡ്സ് ഈച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഔട്ട് ഓഫ് 5 ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ എനി 4. അപ്പോൾ നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. തേർഡ് ക്വസ്റ്റ്യൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഫോർത്ത് വൺ സ്റ്റൈൽ ഇൻ കമ്മ്യൂണിക്കേഷൻ. ഫിഫ്ത്ത് വൺ പ്രിപ്പറേഷൻസ് ബിഫോർ അറ്റൻഡിങ് എ മീറ്റിംഗ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കീ വേർഡിനെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമായിരിക്കണം ചോദിച്ചിട്ടുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിലെ കീ വേർഡ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും വെർബൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നോക്കാം, നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ്, ഇൻഫോർമേഷൻ, ഇമോഷൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഓർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അല്ല, ഇങ്ങനെയുള്ള ഒരു എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ വെർബൽ മീൻസ് വേർഡ്സ് എന്നാണ്. അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ബൈ യൂസിങ് വേർഡ്സ്. അല്ലെ, വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെ, പിന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഇൻ 2 മോഡ്സ്, ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷന് 2 ഫോമുണ്ട്. 2 ഫോമുകളായിട്ടാണ് വരുന്നത്, 2 മോഡുകളായിട്ടാണ് വരുന്നത്, ഓറൽ ആൻഡ് റിട്ടൺ. അല്ലെ, നമുക്കറിയാം നമ്മൾ സംസാരിച്ചുകൊണ്ട് സ്പോക്കൺ ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അല്ലേ, ഈ ഒരു സ്പോക്കൺ ഫോമിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ റിട്ടൺ ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഏത് ഉപയോഗിച്ചുകൊണ്ട്? വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. നമുക്കറിയാം നമ്മൾ ലെറ്റേഴ്സ് അയക്കാറുണ്ട്, റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്, പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 മോഡലാണ്, ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസുകൾ ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തരുന്ന ഈ ഒരു ആൻസർ നിങ്ങൾ ചിലപ്പം മറ്റു രൂപത്തിൽ ഉപകാരപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ചിലപ്പം ചോദിക്കും വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ആ ഒരു സമയത്തും ഈ ഒരു ആൻസർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 2 പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സെക്ഷനിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സെൻറ്റൻസുകളായിട്ട് എഴുതുന്നതായിരിക്കും നന്നാവുക. അപ്പം നോക്കാം ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻഫോർമൽ വൺ. അല്ലെ, നമുക്കറിയാം നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും ഇൻഫോർമൽ കോണ്ടെക്സ്റ്റുകളായിരിക്കും അല്ലെ കൂടുതലും. അല്ലാതെ നമ്മൾ ഫാമിലി റിലേഷൻസിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിനിടയിലൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, സാധാരണ റിട്ടൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഓക്കെ, എന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം നമ്മൾ ലെറ്റേഴ്സ് എഴുതുന്നത്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടി അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഫോർമൽ കോണ്ടെക്സ്റ്റുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. എന്നാൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റുകളിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് ഇൻ സ്പോക്കൺ ഫോം അല്ലേ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ഫോമിലാണ്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റിട്ടൺ ഫോമിലാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ നേച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ്. അല്ലെ, നമുക്കറിയാം നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കും, ഓട്ടോമാറ്റിക് ആയിരിക്കും, നേച്ചുറൽ ആയിരിക്കും. അത് വളരെ പ്രീ പ്ലാൻഡ് ആവണമെന്നില്ല. ഓക്കെ, എന്നാൽ അതേ സമയത്ത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രീ പ്ലാൻഡ് കമ്മ്യൂണിക്കേഷൻ, നോട്ട് നേച്ചുറൽ. അല്ലെ, നമുക്കറിയാം നമ്മൾ റിട്ടൺ ആയിട്ട് ഒരു ലെറ്റർ അയക്കുകയാണ് അല്ലെങ്കിൽ ഒരു പിന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രീ പ്ലാൻഡ് ആയിരിക്കണം. അല്ലെ, ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വേണം, അതിൻ്റെ ഓരോ പാർട്ടുകളിലും എന്തൊക്കെ വരണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലേ, എ ഗ്രേറ്റ് പെർസെൻറ്റേജ് ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അല്ലേ, നമ്മളറിയാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ നല്ലൊരു ശതമാനവും അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മോഡാണ്? ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലേ, എന്നാൽ
അതേ സമയത്ത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ യൂസസ് ഓൺലി അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ യൂസ് അല്ലേ, അക്കാഡമിക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അതുപോലെ തന്നെ നമ്മൾ ജോബ് കമ്പനീസിലൊക്കെ നമ്മൾ പ്രൊഫഷണൽ ഫീൽഡിലൊക്കെയാണ് കൂടുതൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലെസ് റിലയബിൾ ബിക്കോസ് ഇറ്റ് കനോട്ട് ബി റെക്കോർഡഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അതേസമയം നമുക്ക് കാണാം ഓറലി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ അത് റെക്കോർഡഡ് അല്ല. ഇല്ല, നമ്മളിപ്പോൾ ഒഫീഷ്യൽ പേർപ്പസിന് തന്നെ സംസാരിക്കുകയാണെങ്കിലും അതൊരിക്കലും നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. നമ്മൾ സാധാരണഗതിയിൽ ഡിവൈസുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു നാച്ചുറൽ കോമൺ കേസിൽ നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്പോക്കൺ ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ റെഫറൻസിന് അത് യൂസ് ചെയ്യാനും സാധിക്കില്ല അല്ലേ. എന്നാൽ അതേ സമയത്ത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ റിലയബിൾ ദാൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഫയൽഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് അല്ലേ. അതേ സമയത്ത് നമ്മൾ റിട്ടൺ ആയിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിപ്പോർട്ട് നമുക്ക് ഫയൽ ചെയ്ത് വെക്കാൻ സാധിക്കും. അതൊരു ലീഗലി വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. ഫ്യൂച്ചർ റെഫറൻസിന് നമുക്കത് യൂസ് ചെയ്യാനും സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് എസെൻഷ്യൽ ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് ഗ്രൂപ്പ് discussion. A group discussion is a structured conversation among a small group of people who discuss a specific topic to share ideas, opinions and information. അപ്പം ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പിന്നെ കോൺവെർസേഷൻ ആണ്. ഇതിനുണ്ടായിരിക്കേണ്ട മറ്റു ക്വാളിറ്റീസ് ആണ് എമംഗ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ടോപ്പിക് ആയിരിക്കും. ഇപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ, ദെയർ വിൽ ബി എ സിംഗിൾ ടോപ്പിക് ഉണ്ടായിരിക്കണം. ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ ഇവർ ഷെയർ ചെയ്യുന്നത് ഓരോ ആളുകളുടെയും ഐഡിയാസും ഒപ്പീനിയനും ആൻഡ് ഇൻഫോർമേഷനും ഒക്കെ ആയിരിക്കും. ഇനി നോക്കാം എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുണ്ടായിരിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഫോളോയിങ് ആർ ദി എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. നോക്കാം. ദർ ഈസ് ഓൺലി വൺ ടോപ്പിക് ഫോർ ഡിസ്കഷൻ അല്ലേ. അതിനുണ്ടായിരിക്കേണ്ട ഫസ്റ്റ് കണ്ടീഷനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന സമയത്ത് ദർ ഷുഡ് ബി ഓൺലി എ സിംഗിൾ ടോപ്പിക്. ഓൾ ദ മെമ്പേഴ്സ് മസ്റ്റ് എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓൺലി ഓൺ ദ സെയിം ടോപ്പിക് അണ്ടർ ദി ഡിസ്കഷൻ അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കണ്ടീഷനാണ്, എല്ലാ മെമ്പേഴ്സും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യണം, വ്യൂസ് എക്സ്പ്രസ് ചെയ്യണം ആ ഒരു സിംഗിൾ ടോപ്പിക്കിൽ. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ മെമ്പേഴ്സും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഒരു സെലക്റ്റഡ് ടോപ്പിക്കിലായിരിക്കണം അല്ലേ. അപ്പോൾ ഓരോ ആളുകളും ഒരിക്കലും തന്നെ ആ ഒരു ടോപ്പിക്കിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഡൈവേർട്ട് ചെയ്ത് പോവാൻ പാടില്ല. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷനാണ് മെമ്പേഴ്സ് മസ്റ്റ് ടേക്ക് ദെയർ ടേൺസ് ആൻഡ് ടോക്ക് അബൌട്ട് ദി ടോപ്പിക് അല്ലേ. അപ്പോൾ നമുക്ക് കാണാം ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിൽ ഓരോ മെമ്പേഴ്സിനും പെർട്ടിക്കുലർ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള ടേണിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. ഫോർത്ത് കണ്ടീഷനാണ് ഈച്ച് പാർട്ടിസിപ്പൻറ്റ് മസ്റ്റ് ലിസൺ ടു വൺ അനദർ ആൻഡ് ടോക്ക് ടു വൺ അനദർ ആൻഡ് റെസ്പോണ്ട് ടു വൺ അനദർ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു കണ്ടീഷനാണ്, മറ്റൊരു എസെൻഷ്യൽ കണ്ടീഷനാണ് ഓരോ പാർട്ടിസിപ്പൻസും എന്ത് ചെയ്യണം, മറ്റ് മെമ്പേഴ്സിനെ ലിസൺ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് സംസാരിക്കണം, അവരുടെ ഓരോരുത്തരുടെയും സംസാരത്തിന് റെസ്പോണ്ട് ചെയ്യുകയും വേണം. പാർട്ടിസിപ്പൻസ് മസ്റ്റ് പുട്ട് ഫോർവേഡ് മോർ ദാൻ വൺ പോയിന്റ് ഓൺ ദി ടോപ്പിക്. അതുപോലെ തന്നെ മറ്റൊരു എസെൻഷ്യൽ കണ്ടീഷനാണ് ഓരോ പാർട്ടിസിപ്പൻസും ഒന്നിൽ കൂടുതൽ പോയിന്റ്സുകൾ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ. ആറാമത്തെ കണ്ടീഷനാണ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ മസ്റ്റ് ഓൾസോ ഫോളോ സർട്ടൻ റൂൾസ് ഫോർ ദ സക്സസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയും കോണ്ടെക്സ്റ്റ് അനുസരിച്ചുകൊണ്ട്, നേച്ചർ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. നോക്കാം എന്താണ് ഈ ബാരിയേഴ്സ് എന്ന് നോക്കാം. ബാരിയേഴ്സ് മീൻസ് ഓബ്സ്റ്റക്കിൾസ് അല്ലെ, തടസ്സങ്ങളാണ്, ഇംപിഡിമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പം എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവാതിരിക്കാൻ കാരണമായിട്ട് മാറുന്നത് എന്ന് നോക്കാം. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ഡിഫിക്കൽട്ടീസ് ദാറ്റ് പ്രിവെൻറ്റ് എ മെസ്സേജ് ഫ്രം ബീയിങ് പ്രോപ്പർലി അണ്ടർസ്റ്റുഡ്, ക്രിയേറ്റിംഗ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് ഈസ് സെഡ് ആൻഡ് വാട്ട് ഈസ് റിസീവ്ഡ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഒരു
മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് പല ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നതിൽ നിന്നും തടയുന്ന ഒരുപാട് ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ, ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ദീസ് ബാരിയേഴ്സ് ആർ മെയിൻലി ഓഫ് 3 ടൈപ്സ്. അപ്പം ഈ ഒരു എൻറ്റയർ ബാരിയേഴ്സിനെ നമുക്ക് 3 കാറ്റഗറീസ് ആക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്സുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാരിയേഴ്സിനെ നമുക്ക് 3 കാറ്റഗറീസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ദി ഫസ്റ്റ് വൺ സിമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്, ദെൻ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ദെൻ ക്രോസ് കൾച്ചറൽ ബാരിയേഴ്സ്. ഈ ഒരു 3 ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആണ് വരുന്നത്. അപ്പം ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. അപ്പം നോക്കാം എന്താണ് ഈ ഒരു സിമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് നോക്കാം. സിമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് അറൈസ് ഫ്രം പ്രോബ്ലം ഇൻ ലാംഗ്വേജ് യൂസ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു ബാരിയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ എന്ന് പറയുന്നത് ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന ചില ഇഷ്യൂസാണ്. അപ്പം ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ്, പ്രോബ്ലംസാണ്, ഡിഫിക്കൽട്ടീസാണ്, ബാരിയേഴ്സിനെയാണ് സിമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് ആ ഒരു ബുദ്ധിമുട്ടുകൾ? ദീസ് ഇൻക്ലൂഡ് ആംബിഗ്വിറ്റി ഇൻ എക്സ്പ്രഷൻസ്, ഹോമോഫോൺസ്, unclear context, improper stress and intonation, word shift, inappropriate style and the use of jargon or acronyms. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും നമ്മൾ ആംബിഗ്വസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക, ഹോമോഫോൺ, ചില വേർഡ്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് മീനിങ് ഉണ്ടായിരിക്കും അല്ലേ. ചില സെയിം ആൽഫബറ്റ് ആയിരിക്കും, സെയിം വേർഡ് ആയിരിക്കും, സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ ആ ഒരു സെയിം വേർഡിനെ നമ്മൾ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് മീനിങ് ലഭിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആയിരിക്കും, സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്ന മീനിങ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെ പലപ്പോഴും കമ്മ്യൂണിക്കേഷനെ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സെൻഡേഴ്സിനെയും റിസീവേഴ്സിനെയും കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട് അല്ലേ. അത് തടസ്സമായിട്ട് മാറാറുണ്ട് അല്ലേ. അപ്പം ഹോമോഫോൺസ്, അൺക്ലിയർ കോണ്ടെക്സ്റ്റ്, ഇൻപ്രോപ്പർ സ്ട്രെസ് ആൻഡ് ഇൻറ്റൊനേഷൻ, വേർഡ്സ് ഷിഫ്റ്റ്, ഇൻഅപ്രോപ്രിയേറ്റ് സ്റ്റൈൽ, ജാഗൺ മീൻസ് നമുക്കറിയാൻ സാധിക്കും നമ്മൾ ഓരോ ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യും അല്ലേ. മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഏത് ബിസിനസ് ഫീൽഡിലാണെങ്കിലും ലോയേഴ്സൊക്കെ പർട്ടിക്കുലർലി അല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള ചില ടേംസുകൾ ഉണ്ടാവാറുണ്ട് കോർട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു ടേം നമ്മൾ കോമൺ ആയിട്ട് ആ ഫീൽഡ് റിലേറ്റഡ് അല്ലാത്ത ആളുകളോട് സംസാരിക്കുന്ന സമയം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയേഴ്സിനെയാണ് സിമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊന്ന് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആർ റിലേറ്റഡ് ടു ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ രണ്ടാമത്തതാണ് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അല്ലേ. അപ്പോൾ ഇത് നമുക്കറിയാം ഏത് റിലേറ്റഡ് ആണ്, റിലേറ്റഡ് ടു ദി ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽസിൻ്റെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അവരുടെ സ്വഭാവവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ചില ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടീസാണ്. ഏതൊക്കെയാണ് പലപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷനെ ബ്രേക്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ? ഫാക്ടേഴ്സ് ലൈക്ക് ലിമിറ്റഡ് അറ്റൻഷൻ സ്പാൻ അല്ലേ. പല ആളുകൾക്കും നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സമയം ക്ലാസ്സുകളോ അല്ലെങ്കിൽ ആളുകളെ ലിസൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അല്ലേ. അപ്പം ഇങ്ങനെ ഒരു കപ്പാസിറ്റി, ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. അപ്പം ചില ആളുകൾക്ക് ഈ ഒരു അറ്റൻഷൻ സ്പാന് ലിമിറ്റഡ് ആയിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ കോൺഷ്യസ് അല്ലെങ്കിൽ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ല. അപ്പം തീർച്ചയായിട്ടും അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. അതുപോലെ തന്നെ പേഴ്സണൽ ബയാസ്, സ്ട്രോങ് ഇമോഷൻ, നെഗറ്റിവിറ്റി, സെലക്റ്റീവ് പെർസെപ്ഷൻ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്തിന് കാരണമായിട്ട് മാറുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവാനുള്ള കാരണമായിട്ട് മാറാറുണ്ട്. മൂന്നാമത്തതാണ് ക്രോസ് കൾച്ചറൽ ബാരിയേഴ്സ് അല്ലെ. നമുക്കറിയാം നമ്മൾ ഇന്ത്യൻ കൾച്ചറാണെങ്കിലും യൂറോപ്യൻ കൾച്ചറാണെങ്കിലും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സെയിം സിമ്പിൾസ്, ജസ്റ്റേഴ്സ് ഒക്കെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് അതിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ചില ജസ്റ്റേഴ്സിനൊക്കെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും എവിടെ വരുന്നത്, മറ്റ് രാജ്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു ക്രോസ് കൾച്ചറൽ ബാരിയേഴ്സ്, അപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ ഇടയിലും എന്ത് ചെയ്യാറുണ്ട്, ലാംഗ്വേജ് ഉപയോഗിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും, ഒബ്സ്റ്റക്കിൾസ് വരാറുണ്ട്, തടസ്സങ്ങൾ വരാറുണ്ട്, ബാരിയേഴ്സ് വരാറുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷന് വരുന്ന ബാരിയേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രോസ് കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക്കാണ്
പ്രിപ്പറേഷൻ ബിഫോർ അറ്റൻഡിങ് എ മീറ്റിംഗ്. അപ്പോൾ ഒരു മീറ്റിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ പ്ലാനിങ് ആണ്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് എ മീറ്റിംഗ്. A meeting is a defined real-time gathering of two or more people for the purpose of achieving a common goal ത്രൂ കോൺവെർസേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ. അപ്പം ശ്രദ്ധിക്കുക, ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ടൈം ഗ്യാതറിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ദർ ഷുഡ് ബി 2 or more പീപ്പിൾ. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ടു അച്ചീവ് എ കോമൺ ഗോൾ, അല്ലേ? ആ ഒരു ഗോളിലേക്ക് എങ്ങനെ എത്തുന്നത്? ത്രൂ ദി കോൺവെർസേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ. അങ്ങനെ പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു റിയൽ ടൈം ഗ്യാതറിംഗ്, അല്ലേ? അതിനെ നമ്മൾ എന്ത് പറയുന്നത്? മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത, ദർ ഷുഡ് ബി എ സിംഗിൾ കോമൺ ഗോൾ ഉണ്ടായിരിക്കും. അപ്പം നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻസ്, എന്തൊക്കെ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. റിമെമ്പർ ദി ഫോളോയിങ് തിങ്സ് ടു ടേക്ക് കെയർ ബിഫോർ യു അറ്റൻഡ് എ മീറ്റിംഗ്. റീഡ് ദ നോട്ടീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി പേർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ദി മീറ്റിംഗ്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മീറ്റിങ്ങിൻ്റെ പേർപ്പസ് മനസ്സിലാക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിരിക്കേണ്ട ഫസ്റ്റ് കാര്യം, അല്ലേ? ഡിസൈഡ് വാട്ട് പ്രിപ്പറേഷൻ ഈസ് റിക്വയർഡ്. എക്സാമ്പിൾ, മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ് അറ്റ് യുവർ ഓഫീസ് വൈൽ യു വിൽ ബി ഇൻ മീറ്റിംഗ്, അല്ലെ? അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കോളേജിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വൈസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അല്ലേ, നേരത്തെ എന്ത് ചെയ്യണം? ആ ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചില അറേഞ്ച്മെൻറ്റുകൾ, അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ അത്തരത്തിൽ വരുന്ന നെസസറി അറേഞ്ച്മെൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക? നേരത്തെ തന്നെ ചെയ്തു വെക്കുക. ഇൻഫോം ദി കൺവീനർ ഇൻ അഡ്വാൻസ് ഇഫ് യു കനോട്ട് അറ്റൻഡ് ദി മീറ്റിംഗ്. ഇനിയിപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ ഒരു കൺവീനറെ, ആരാണോ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്, അവരെ നേരത്തെ തന്നെ അറിയിക്കുക എന്നുള്ളതാണ്, അല്ലേ? മറ്റൊന്നാണ് റീഡ് ഓൾ മെറ്റീരിയൽസ് ഓർ ഇൻഫർമേഷൻ ഇൻ അഡ്വാൻസ് ഓഫ് ദി മീറ്റിംഗ്, അല്ലേ? അപ്പം നമ്മൾക്ക് അറിയാം മീറ്റിങ്ങിൽ ഒരു പർട്ടിക്കുലർ ഗോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേർപ്പസ് ഉണ്ടായിരിക്കും, അല്ലെ? ഏത് മീറ്റിംഗ് ആണെങ്കിലും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലായിരിക്കും, ഒരു സബ്ജക്റ്റ് മാറ്ററിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസും ഇൻഫർമേഷൻസും ഒക്കെ നേരത്തെ തന്നെ നോക്കി വെക്കണം. ഓക്കെ. പ്രിപ്പയർ ആൻസർ ടു എനി ക്വസ്റ്റ്യൻ ദാറ്റ് മേ ബി ആസ്ക്ഡ് ഡ്യൂറിങ് ദി മീറ്റിംഗ്. ഇല്ല, അപ്പോൾ നമ്മൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പങ്കെടുക്കുന്ന ആളുകളോട് ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡൗട്ട്സുകൾ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ തന്നെ നേരത്തെ നോക്കി വെച്ചിട്ടായിരിക്കണം നമ്മൾ പോവേണ്ടത്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് പോയിന്റ്സ് ദാറ്റ് മസ്റ്റ് ബി കവേർഡ് ഇൻ ദി മീറ്റിംഗ്. അതുപോലെ തന്നെ നമ്മൾ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഏതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കവർ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള പോയിന്റ്സുകളൊക്കെ റൈറ്റ് ഡൗൺ ചെയ്ത് പോവുക. പ്രിപ്പയർ ദ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് യു വാണ്ട് ടു ബി ആൻസേർഡ് ഡ്യൂറിങ് ദി മീറ്റിംഗ്, അല്ലേ? അപ്പം ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് പോവുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. അതുപോലെ തന്നെ ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ എന്ത് ചെയ്ത് നേരത്തെ തന്നെ നോക്കി വെച്ച് പോവുക. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻസ് ആണ്, ഫോർത്ത് വൺ നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റൈൽ ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നോക്കാം. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ റെഫേഴ്സ് ടു എ communication style refers to the way a person expresses ideas, feelings and information while interacting with others. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദ വേ ആണ്, രീതിയാണ് ഒരു പേഴ്സൺ എങ്ങനെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നു, ഫീലിങ്ങിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻഫോർമേഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലേ? ആ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ്, വേ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്കറിയാം, നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മുടെ ഐഡിയാസും ഇൻഫർമേഷനും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യുന്നു, ഏത് രീതിയിലാണ് ഷെയർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ചോയ്സ് ഓഫ് വേർഡ്സ്, ടോൺ, ലെവൽ ഓഫ് ഇൻഫോർമാലിറ്റി, ബോഡി ലാംഗ്വേജ്, മാനർ ഓഫ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. അപ്പം നമ്മുടെ ഒരു സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെലക്ഷൻ ഓഫ് വേർഡ്സ് ആണ്, ടോണാണ് സംസാരിക്കുന്നത്, ഫോർമാലിറ്റിയാണ്, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് ആണ്, മാനർ ഓഫ് സ്പീക്കിംഗ്, അല്ലെ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരാളുടെ സ്റ്റൈലിനെ തീരുമാനിക്കുന്നത്, അല്ലേ? നോക്കൂ, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഷുഡ് മാച്ച് ദ സിറ്റുവേഷൻ, ഓഡിയൻസ് ആൻഡ് പേർപ്പസ്. അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈൽ തീരുമാനിക്കുന്നത് സിറ്റുവേഷനാണ്, നമ്മുടെ ഓഡിയൻസ് ആണ്, പേർപ്പസ് ആണ്, അല്ലേ? അപ്പം
പർപ്പസിനനുസരിച്ച് നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസിനനുസരിച്ച് സിറ്റുവേഷനനുസരിച്ച് സ്റ്റൈലിൽ നമ്മൾ വ്യത്യാസം വരുത്തണം. അപ്പം ദർ ആർ 2 സ്റ്റൈൽസ് ആണ് വരുന്നത്, ഫോർമൽ സ്റ്റൈൽ ആൻഡ് ഇൻഫോർമൽ സ്റ്റൈൽ. അപ്പം ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻഫോർമൽ സ്റ്റൈലാണ്. ഫോർമൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോർമൽ. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ജോബ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, കമ്പനീസ് ആവട്ടെ, നമ്മൾ ഫോർമൽ സ്റ്റൈലാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട് സർക്കിൾ യൂസ് ചെയ്യേണ്ടത് ഇൻഫോർമൽ സ്റ്റൈലാണ്. അപ്പോൾ അത് കോണ്ടെക്സ്റ്റ് നോക്കി, സിറ്റുവേഷൻ നോക്കി, ഓഡിയൻസിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, സ്റ്റൈൽ തീരുമാനിക്കുന്നത്. എ ഫോർമൽ സ്റ്റൈൽ ഈസ് യൂസ്ഡ് ഇൻ ഒഫീഷ്യൽ, പ്രൊഫഷണൽ ആൻഡ് സീരിയസ് കോണ്ടെക്സ്റ്റ്, വൈൽ ആൻ ഇൻഫോർമൽ സ്റ്റൈൽ ഈസ് സ്യൂട്ടബിൾ ഫോർ കാഷ്വൽ ആൻഡ് ഫ്രണ്ട്ലി ഇൻറ്ററാക്ഷൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.